എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവക്കാഡോ ബനാന ഷേക്കാണ്. അവക്കാഡോയും പഴവും ഒക്കെ വെച്ച് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് എളുപ്പത്തിൽ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നേത്തിന് എന്തെടുത്തോണ്ടിരിക്കുക? ബദാമിൻ്റെ തൊലി പൊളിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ അവനും ഒരു പണി കൊടുത്തതാണ് ബദാമിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുക്കാൻ. ഈ ബദാം ഈ വെള്ളത്തിൽ കുതിരാൻ ഇട്ടതാണ് കേട്ടോ. ഒരു 7-8 മണിക്കൂർ തന്നെ കുതിരാനിടുക. ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം അവക്കാഡോ ഷേക്ക് കുഞ്ഞു കുടിച്ചായിരുന്നോ? ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചില്ല. അമ്മച്ചിയും ഞങ്ങളും കൂടെ കുടിച്ചു. കുഞ്ഞിന് കൊടുത്തില്ല, കുഞ്ഞ് സ്കൂളിൽ പോയേക്കുമായിരുന്നു. അന്ന് തൊട്ടേ പരാതിയാണ്, എനിക്ക് മാത്രം അവക്കാഡോയുടെ ജ്യൂസ് തന്നില്ല എന്ന്. അപ്പോൾ ഇന്ന് അതിൻ്റെ കേട് തീർക്കാമെന്ന് വിചാരിച്ച് ഇന്ന് കുഞ്ഞിനാണ് അവക്കാഡോയുടെ ഷേക്ക് അടിച്ചു കൊടുക്കുന്നത്. കേട്ടാ? സന്തോഷമായോ? ആയി. അവക്കാഡോ ഷേക്കിന് വേണ്ടി ഞാനിവിടെ 3 അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് പഴുത്ത അവക്കാഡോയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 2 പഴവും ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. പഴം കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഷേക്ക് അടിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അവക്കാഡോ ജ്യൂസ് അടിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്നു എങ്ങനെയാണ് അവക്കാഡോ കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങ് റൗണ്ടിൽ ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടിങ്ങനെ ഉണ്ടോ മുറിഞ്ഞു വരും. പിച്ചാത്തി വെച്ച് കുരു അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കുരു ഇളകി വരും. മുറിച്ചെടുത്ത അവക്കാഡോയെ നമുക്ക് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തൊലിയും കൂടെ ചേർത്ത് ഇങ്ങനെ ഇതിനെ അങ്ങ് സ്പൂൺ ഇതുപോലെ അകത്തോടെ ഒന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിലുണ്ടോ കട്ടായി കിട്ടുന്നുണ്ടോ. മാംസവും തോടും സെപ്പറേറ്റ് ആക്കി കിട്ടും. ഇതിൽ ബാക്കിയുള്ളതും കൂടെ അങ്ങ് ചിരണ്ടി അങ്ങ് എടുക്കാം. കണ്ടോ തോടിങ്ങനെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിൽ കറുത്തതുപോലെ കാണുന്നത് അവക്കാഡോ ചീത്തയായതല്ല കേട്ടോ. അവക്കാഡോ നല്ലതായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ആ ഒരു കളർ വരുന്നതാണ് ഈ ഒരു കറുത്ത ഭാഗം. ഇതിനെ നമുക്ക് ചെറിയ പീസുകളായിട്ട് ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, അടിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അവക്കാഡോ എല്ലാം ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം കൂടെ പൊളിച്ചതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഞ്ചസാരയ്ക്ക് പകരം ഇതിൻ്റെ അകത്ത് ഹണി ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3-4 ഡേറ്റ്സ് ഈന്തപ്പഴം ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഇച്ചിരി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അവക്കാഡോയ്ക്ക് മധുരമോ ടേസ്റ്റൊന്നും ഇല്ലാത്തതല്ലേ, അപ്പോൾ നമ്മൾ ഇച്ചിരി മധുരം അധികത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇതിലോട്ട് പൊളിച്ച് വെച്ചിരിക്കുന്ന ബദാം ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 8-10 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് തണുപ്പിച്ച പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പലരും ചോദിക്കുന്ന കേട്ടുണ്ട്, നിങ്ങൾ പാല് പച്ചയ്ക്കാണോ ഒഴിക്കാറുള്ളത് എന്നിങ്ങനെ പലരും ഇതുപോലെ ഷേക്കൊക്കെ അടിക്കുമ്പോൾ കമൻറ്റ്സ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഗൾഫ് രാജ്യത്തിലൊക്കെ പാല് കിട്ടുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് അതുപോലെ ഡയറക്റ്റ് എടുത്ത് ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് തണുപ്പിച്ചിട്ട് മാത്രം അത് യൂസ് ചെയ്യുക. ഒരു തണുപ്പുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളേ. ഇത് നമുക്ക് നല്ലതായിട്ടിത് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഷേക്ക് ഇവിടെ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലയോ മോനാണ് ഇന്ന് ഞാൻ അവക്കാഡോയുടെ ഷേക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇച്ചിരി ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ഇട്ടിട്ട് അടിക്കുവാണ് നല്ലതാട്ടോ. നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടെടുത്ത് അവക്കാഡോ ഷേക്കാണ്. ഇത് നോർമലായിട്ട് ഒഴിച്ചെടുത്ത അവക്കാഡോ ആണ്, എൻ്റെ ഷേക്കാണ്.
അപ്പോൾ നിങ്ങൾ പഴം ഇടുമ്പോൾ അവക്കാടേക്കാളും പഴം കുറച്ചിടാവും കേട്ടോ. 2 അവക്കാടോ എടുക്കുകയാണെങ്കിൽ 1 പഴം. ഞാൻ 3 അവക്കാടോ എടുത്തത് കൊണ്ടാണ് 2 പഴം ഇട്ട് കൊടുത്തത് കേട്ടോ. അതല്ലെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മുന്നിൽ നിൽക്കും, അപ്പോൾ അവരത്ര ടേസ്റ്റ് തന്നെ വരത്തില്ല. അപ്പോൾ അതെടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. തട്ട ഷേക്ക് കുടിച്ചോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ, സൂപ്പറായിട്ടുണ്ട്. ആ ചോക്ലേറ്റ് സിറപ്പിലോട് ചേർത്തിട്ട് കഴിച്ചേ സൈഡിൽ നിന്ന്. നല്ല ടേസ്റ്റാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാ കുടിച്ചോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ? അതെ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.